ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു JM ട്രിപ്ലെറ്റ്സ്. ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം വയറ് നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് ഈവനിങ്ങിന് എന്താണ് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് ആലോചിക്കുന്നത് കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്നതും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കുന്നത്. യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലായും ട്രെൻഡിങ് ആയിക്കാണ്ട് നിൽക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് ഞാനിവിടെ ആദ്യം 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ കനം കുറഞ്ഞ് കാണ്ട് ഒരു നീളത്തിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഞാൻ ഒരു നേന്ത്രപ്പഴമാണ് എടുത്തത്. പിന്നെ അത് ചെറുതാക്കി കട്ട് ചെയ്തപ്പോൾ ആകെ 3 എണ്ണം ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയൊരു നേന്ത്രപ്പഴം കൂടി എടുത്തുകാണ്ട് അതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നേന്ത്രപ്പഴം എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല വലുതാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം മതി കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 6 എണ്ണം തന്നെ അതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഞാൻ 2 എണ്ണം ചെറിയ 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ രണ്ടും ഇതുപോലെ ഒന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിലൊന്നായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ബാറ്ററാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതിന് ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം പൊട്ടിച്ച മുട്ടയിൽ ഇതാകൊണ്ട് ഇതുപോലെ 2 ഉണ്ണി ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ചു. അങ്ങനെ 2 മുട്ട എടുത്തപ്പോൾ 3 ഉണ്ണിയാട്ടോ കിട്ടിയത്. ഞാൻ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 കപ്പ് പാലാണ് കേട്ടോ. തിളപ്പിച്ചാറിയതിന് ശേഷമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കയ്യിൽ മെഷർമെൻറ്റ് കപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു 1/2 കപ്പിൻ്റെ മെഷർമെൻറ്റ് എടുക്കാം കേട്ടോ. എന്നിട്ട് ആ മുട്ടേൻ്റെ മിക്സിലേക്ക് ഇത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂണ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. അത് നിങ്ങളെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഒരു 3 സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ ചേർക്കുന്നത് പൊടിച്ച പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും. ഞാനിവിടെ സാധാ പഞ്ചസാരയായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് മുമ്പ് 2 പിഞ്ചും കൂടി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് ഉപ്പ് ചേർക്കേണ്ട, വെറും 2 പിഞ്ച് മാത്രം മതി കേട്ടോ. അതും കൂടി ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. നല്ല പതപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ആ ഒരു മൈദയും അതുപോലെ തന്നെ പഞ്ചസാരയൊക്കെ ഒന്ന് ഇതിൽ നല്ലോണം ചേർന്ന് കിട്ടുന്ന വിധത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. മിക്സ് ചെയ്യുന്ന സമയത്താണ് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കണം എന്ന് ഓർമ്മ വന്നത് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നല്ല ഫ്ലേവറിന് വേണ്ടിയൊക്കെ ചേർക്കുന്ന ഏലക്കായ പൊടിയാണ്. ഞാനിവിടെ 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് ഏലക്കായ പൊടി ചേർത്ത് കൊടുത്താൽ അതിൻ്റെ ആ ഒരു ഫ്ലേവർ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ആക്കാവുന്നതാണ് കേട്ടോ. ഈ ഏലക്കായ പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ ചുക്കും പൊടി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നല്ല ജീരകം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ആ പാനിലേക്ക് മിൽമേൻ്റെ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1 സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നെയ്യ്. അതിനുശേഷം ആ പാനിൽ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. സ്പാച്ചിലോണ്ട് എല്ലാ ഭാഗത്തും ആക്കിയതിന് ശേഷമാണ് കേട്ടോ ബ്രഷ് ഉണ്ടല്ലോ എന്നുള്ള ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അടുത്ത സ്റ്റെപ്പിലാക്കി കൊടുക്കാമെന്ന് കേട്ടോ. അപ്പോൾ അതാക്കൊണ്ട് ഇനി ഓരോ പഴങ്ങളായിട്ട് ഇതുപോലെ നീളത്തിലൊന്ന് വെച്ചിക്കാണ്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കട്ടോ. പെട്ടെന്ന് തന്നെ കളറൊക്കെ ഒന്ന് മാറി വരും. നിങ്ങളെ കയ്യിൽ നെയ്യില്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നെയ്യാണെന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിരിക്കും. അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലും ഫ്ലേവറും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കാണ്ട് വേവിച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വേവിച്ച് കൊടുക്കട്ടോ. അപ്പോൾ അതാണ് ഈ രീതിയിലൊന്നായതിന് ശേഷം ഞാനൊരു ഫോർക്ക് വെച്ച് കാണ്ട് ഇതൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ആ പാനിൽ തന്നെയാണ് ബാക്കിയുള്ള സംഭവങ്ങൾ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നെയ്യ് ചേർത്തതിന് ശേഷം ബ്രഷ് വെച്ച് കാണ്ടാട്ടോ ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. കുറേ നേരമായിട്ട് ഒരു കോഴിൻ്റെ സൗണ്ട് നല്ലോണം ഉണ്ടാവും. എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. കോഴിക്കറിയില്ലല്ലേ നമ്മളിവിടെ വീഡിയോ എഡിറ്റ് ചെയ്യുകയാണെന്ന്. അപ്പോൾ നെയ്യ് നല്ലൊന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമ്മുടെ മുട്ടേൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ രീതിയിലൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഓരോന്നായിക്കാണ്ട് പഴം വെച്ച് കൊടുക്കാം കേട്ടോ. പഴം വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ റോള് ചെയ്ത് കാണ്ടാണ് ഈ ഒരു പലഹാരം കഴിക്കണത് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒന്ന് ഷേപ്പ് ചെയ്ത് കാണുന്ന വെച്ച് കൊടുക്കാം കേട്ടോ. അതുപോലെ നീളത്തിലൊന്ന് വെക്കുന്നുണ്ട്. അതിന് ശേഷം ലാസ്റ്റത്തെ ആ ഒരെണ്ണം ഒന്ന് കട്ട് ചെയ്ത് കാണുകയും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ.
എന്നിട്ടതൊന്ന് അടച്ചിട്ട് കാണുന്ന വേവിച്ചെടുത്തിട്ടുണ്ട്. അതിന് വീഡിയോ അതിൽ പെട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അടിഭാഗം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുകൾ ഭാഗം കൂടി ഒന്ന് മറിച്ചിട്ട് കാണും വേവിച്ച് കൊടുക്കണം. അതിന് ഞാൻ ഇതുപോലൊരു പാത്രം മുകളിൽ വെച്ചതിന് ശേഷം ആ ഒരു പാത്രത്തിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നിങ്ങളെ കയ്യിൽ വേറെ പാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പാനിലേക്ക് നെയ്യൊന്ന് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുത്താലും മതി കേട്ടോ. ഞാനിതാക്കുന്നത് ആ പാനിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ പ്ലേറ്റിൽ നിന്ന് ഇതിലേക്ക് പതിയെ ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. ഇങ്ങനെയാണ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൊട്ടാതെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ അതാക്കണം ആ ഭാഗം കൂടി നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ രീതിയിലൊന്നായി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കഴിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ റോൾ ചെയ്ത് കട്ട് ചെയ്ത് കാണ്ടാണെങ്കിലും കഴിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നമ്മളെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക കേട്ടോ. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ടാക്കാനും അതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് അതിൻ്റെ ഫീഡ്ബാക്ക് നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വീഡിയോസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക. നാളെ ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പി ആയിട്ട് വരാം. ബൈ. അസ്സലാമു അലൈക്കും.